ബനാനീസിലോട്ട് കേബിൾ കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ താഴേക്ക് നോക്കി, പച്ചപ്പും അരുവിയും പാറയും. മേളിലേക്ക് കയറി പോകുന്തോറും ചെവിയൊക്കെ നന്നായിട്ട് അടയുന്നുണ്ട്. നല്ല ആട്ടമുണ്ട്. പണ്ട് ഫ്രഞ്ചുകാർ കൊളോണിയൽ കാലഘട്ടത്തിൽ വിയറ്റ്നാമിലെത്തിയപ്പോൾ ഹനോയ് നഗരത്തിലെ ചൂട് അവർക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അവർ കുറച്ച് തണുത്ത സ്ഥലങ്ങൾ തപ്പി നടന്നു. അങ്ങനെ ഈ മലനിര അവർ കണ്ടെത്തി. എന്നിട്ട് അവിടെ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള കോട്ടകളും സ്ട്രീറ്റ്സും ഹോട്ടൽസുമൊക്കെ അവർ പണിതുയർത്തി. ആ ഒരു ഫ്രഞ്ച് വില്ലേജാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 5.8 കിലോമീറ്റർ നമ്മളിപ്പോൾ കടന്നു പോകുന്നു. ഇവിടെ ഇപ്പോഴും എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ബാനാ ഹിൽസ് സൺ ഗ്രൂപ്പിൻ്റെ കീഴിലാണുള്ളത്. ഇതങ്ങനെ നമ്മൾ വന്ന് ലാൻഡ് ചെയ്തു. നമ്മളിനി കാണാൻ പോകുന്നത് ഫ്രഞ്ച് വില്ലേജാണ്. ആ മലകൾ കടന്ന് ദേ വന്നപ്പോൾ പള്ളിപ്പെരുന്നാൾ പോലെ ആൾക്കാർ, ഡിസ്നി വേൾഡ് പോലെ. ഈ കാസലിലേക്ക് നമ്മൾ ട്രെയിൻ വഴിയാണ് വന്നത്. ഇതാ നമ്മുടെ ഗൈഡ് പോകുന്നു. ആ കൊടി വേറെ ഒന്നല്ല കേട്ടോ, ഞങ്ങൾ മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആൾ കൊണ്ടു നടക്കുന്നത്. ഈ കാസലിനുള്ളിൽ ഒരു 5D തിയേറ്റർ ഉണ്ട്. അതിലെ ഷോ കാണാനാണ് ഇദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നത്. വെറും കാഴ്ചയ്ക്കപ്പുറം സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെന്ന് ആ ക്യാരക്ടറിൻ്റെ കൂടെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയായിരുന്നു. എല്ലാ ബിൽഡിങ്സും ഒന്നിനൊന്നിനും മെച്ചാണെങ്കിലും ഈ പിങ്ക് ബിൽഡിംഗ് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത. സ്ട്രോബെറി കേക്ക് പോലെ തോന്നുന്നുണ്ടോ? ഒരുപാട് സ്റ്റോൺ കാർവിങ്സ് ഒക്കെ ഉണ്ട്. സമയം ഏകദേശം 2 മണിയായി. അപ്പം എന്താ പരിപാടി? ഫുഡ് കഴിക്കാം. 2 ടൈപ്പിലുള്ള റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വിയറ്റ്നാമീസിലും പോകാമായിരുന്നു, നമ്മുടെ നോർമൽ ഇന്ത്യൻ കോണ്ടിനെൻ്റൽ അങ്ങനെയുള്ള രീതിയിലും ട്രൈ ചെയ്യായിരുന്നു. ഞങ്ങളെടുത്തത് നമ്മുടെ രീതിയിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലും തായി പോലത്തെ സ്റ്റിക്കി റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബഫറ്റായിരുന്നു, അൺലിമിറ്റഡ് ആയിരുന്നു. 1 മണിക്കൂർ എടുത്ത് കഴിച്ചു തീർക്കാൻ. റോളർ കോസ്റ്റർ കയറാൻ പോകുന്നുണ്ട്, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്നൊക്കെ പറയണേ. ബ്രേക്ക് ഇങ്ങനെ അടിച്ചു വന്നാൽ കാണാം. ഇതിലൂടെയാണ് നമ്മൾ ചുറ്റി 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 വരാൻ പോകുന്നത്. കയറണോ വേണ്ടയോ എന്നൊരു സംശയമുണ്ട്, പക്ഷേ കയറാമെന്ന് വിചാരിച്ചു. ഇതിൽ കയറാൻ നല്ല ക്യൂ ഉണ്ട്. പോയിട്ട് വരാവേ. ഒന്നും പറ്റിയില്ല, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ അവർ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യും. അവർ ഇടയ്ക്ക് ബ്രേക്ക് പിടിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ് അവരെടുക്കുന്നുണ്ട്. വെയിറ്റ്, നിങ്ങൾ ആ ബുദ്ധൻ്റെ സ്റ്റാച്യു കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഡോറ പറയുന്ന പോലെ. നമ്മളിനി അവിടേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റോളർ കോസ്റ്റർ മിസ് ചെയ്യരുത് കേട്ടോ. അടിപൊളി സംഭവമാണ്. ഞങ്ങളുടെ ഫോട്ടോസ് അവർ കാണിച്ചു തന്നു, പക്ഷേ ഞങ്ങൾക്കത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. വെറുതെ ഇതിനെ കുറേ ഡോങ് വേസ്റ്റ് ചെയ്യുന്നേ. ഇവിടെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിലാണിത്. ഇതിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറിയില്ല. നമ്മുടെ ഗൈഡ് നമ്മളെ വിളിക്കുന്നു, നമുക്ക് വേഗം പോകണം. ഗോൾഡൻ ബ്രിഡ്ജ് കാണാനാണ് ഇനി അടുത്ത് പോകുന്നത്. ഇവിടെ താഴെ വരും, ഇപ്പം വരും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏതൊരു പ്രായക്കാർക്കും പറ്റുന്ന ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഫാൻറ്റസി പാർക്കിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ജുറാസിക് പാർക്ക്. പണ്ട് കാലത്ത് ലോകത്തുണ്ടായിരുന്ന ഡിനോസേഴ്സിനെയൊക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതും അത്ര തന്നെ സൈസിൽ. പഴയ മനുഷ്യന്മാരും മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഈ ജുറാസിക് പാർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗോൾഡൻ ബ്രിഡ്ജാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ആ 2 കൈയിൽ ഒരു ഗോൾഡൻ കളറിലുള്ള ബ്രിഡ്ജിനെ എടുത്തു പൊക്കിയിരിക്കുന്ന ആ ഒരു ഫോട്ടോ? അവിടേക്ക് നമ്മൾ പോകുന്നത്.
കം ലെറ്റ്സ് ഗോ. എന്തോ വരുന്നുണ്ട് ഇവരുടെ കൈയൊക്കെ വിയറ്റ്നാമീസിൽ കോ വാങ് എന്നറിയപ്പെടുന്ന ഗോൾഡൻ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഗോൾഡൻ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ഏരിയ ആണ്. അവിടെയാണ് നമ്മുടെ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉള്ളത്. 150 മീറ്റർ നീളം വരുന്ന ഈ നടപ്പാത കേബിൾ കാർ സ്റ്റേഷനെയും ഗാർഡനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഗാർഡനിൽ ഏതൊരു സ്പോട്ടും നമ്മളെ പിടിച്ചിരുത്തുന്നത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ടല്ലാട്ടോ ഇവരിയ്ക്കുന്നത്, അവർ നടന്ന് ക്ഷീണിച്ചിട്ടാണ്. ഫോട്ടോയ്ക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ് അവർ. നമുക്ക് തിരിച്ചിറങ്ങാനുള്ള നേരമായി. ഇനി കേബിൾ കാറിലേക്ക് പോകാം. കയറി പോയതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് തിരിച്ചിറങ്ങുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പോകുന്ന ഒരു റോ അപ്പുറത്തുണ്ട് വേറൊന്നും, പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ 6 കേബിൾ കാർ റൂട്ട്സും 7000 പാസഞ്ചർ കപ്പാസിറ്റിയും ഉണ്ട്. കാടുകളുടെ മേളിൽ കൂടെ നമ്മൾ പോകുന്നത്, മരങ്ങളുടെ മേളിൽ കൂടെ. ചില കാലി വണ്ടികൾ നമ്മൾ കാണുന്നുണ്ട്. അല്ല, രണ്ട് നേരത്തെ കാലിയായിട്ട് ഒത്തിരി പോകുന്നുണ്ട്. കാലി ആരും ഇങ്ങോട്ട് വരുന്നില്ലടാ, വരുന്നവര് ജസ്റ്റ് റിയർ ആയിട്ടാ വരുന്നത്. ഗൂഗിൾ മാപ്പ് തുറന്നു വെച്ചിരിക്കുന്ന പോലെ ഒരു വ്യൂ. താഴോട്ട് നോക്കണ്ടല്ലേ. ഏകദേശം ഒരു നല്ല ഏരിയ ഓഫ് കാടുകൾ കഴിഞ്ഞു. ആ മരങ്ങളുടെ ഏരിയ ഒക്കെ നമ്മൾ കടന്നു വന്നു. ഇനി നമ്മൾ ആ ഒരു ഇറക്കത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതാ നിങ്ങൾ ആ ഒരു പോസ്റ്റ് കണ്ടോ? അവിടുന്ന് നമ്മളൊരു നല്ല ഇറക്കത്തിലേക്ക്, ദൂരെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലകൾ കാണാം, അതിൻ്റെ അപ്പുറത്ത് കടൽ കാണാം. ഓക്കെ, ഇനി ഇതൊരു റൈഡായിട്ട് സങ്കല്പിക്കുക. നമ്മൾ ഒരുമിച്ചാണ് പോകാൻ പോകുന്നത്. സ്പീഡ് ശരിക്കും കൂടുന്നുണ്ട്. പിടിച്ചിരുന്നോണം. താഴേക്ക് നോക്കാം. ഇനി ഇതേ താഴേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാം. കടലും കാണാം, മലകളും കാണാം. ദേ പോന്നു. ഏയ്, നമ്മൾ താഴെ എത്തിയിരിക്കുന്നു. ഇനി ബാക്ക് ടു ദ ഹോട്ടൽ. ഹലോ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളിപ്പോ എന്താ ബനാഹിൽസിൽ പോയിട്ട് വന്നേട്ടാ. എങ്ങനെയുണ്ട് ഗൈസ് വ്യൂ ഒക്കെ? സെറ്റ് വ്യൂ അല്ലേ? ഇന്നൂടെ ഈ ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നാളെ രാവിലെ നമ്മൾ ഹനോയ്ക്ക് പോകും. ഹലോ, വർക്ക് ചെയ്യില്ല, ഇത് ജസ്റ്റ് ഷോയ്ക്ക്. എന്നാ ഭംഗിയുള്ള നൈറ്റ് വ്യൂ അല്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് താഴേക്കിറങ്ങി പോകാൻ തോന്നുന്നുണ്ടോ? ഓക്കെ, നമുക്ക് പോവാം ഡനാങ്ങിൻ്റെ സ്ട്രീറ്റ്സിലേക്ക്. പതിയെ നടന്ന് നമുക്ക് പോകാം. ഡനാങ്ങിൽ നൈറ്റ് വാക്കിന് ഇറങ്ങി. ഇന്ന് 15 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. ചീപ്പ് മാർക്കറ്റ് ഉണ്ട് അടുത്ത്, അങ്ങോട്ട് ഷോപ്പ് ചെയ്യാൻ പോകും. ഷോപ്പ് ചെയ്ത് ഫുഡ് എന്താ കഴിക്കുന്നത് കാണിച്ചു തരാം. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഫുഡ് കഴിക്കാൻ. കം ഓൺ, നമുക്ക് നടക്കാം. ഞങ്ങൾ പോയി ഇവർ സ്പായിൽ പോയി, ഞങ്ങളെ വെള്ളത്തിൽ മുക്കി. എന്നിട്ട് ഞങ്ങൾ പഠിച്ചില്ല. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കണ്ടതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഈ ഇൻഫിനിറ്റി പൂളിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നോക്കി, ഇന്ത്യയിലെയും വിയറ്റ്നാമിലെയും റോഡുകൾ തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്മൾ വലതുവശത്തെ ലൈനിൽ കൂടി ആയിരിക്കും വണ്ടി ഓടുക. അപ്പോൾ ഡ്രൈവറിൻ്റെ സീറ്റോ ഇടതുവശത്തും. നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡും പാത്ത് വേസും മുട്ടിന് സീബ്ര ക്രോസിങ്സും നല്ല വീതിയുള്ള പെഡസ്ട്രിയൻ പാത്സും സൈഡിലൊക്കെ മരങ്ങളും. നമ്മളിപ്പോൾ എത്തുന്നത് സൺട്ര നൈറ്റ് മാർക്കറ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി. ഡനാങ് നഗരത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്നാണ് സൺട്ര മാർക്കറ്റ്. വിയറ്റ്നാമീസുകാർക്കും അല്ലാത്ത ടൂറിസ്റ്റുകൾക്കും ഒക്കെയും പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ സൺട്ര മാർക്കറ്റ്. ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് നമുക്കിവിടെ ട്രൈ ചെയ്യാൻ പറ്റും. ഈ 600K എന്നുള്ളത് കണ്ടോ? 600 റുപ്പീസ് അല്ല കേട്ടോ, 600,000 ഡോങ് ആണ്.
എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി ഏകദേശം 2000 രൂപ. എങ്കിലും സാധാരണ ഹോട്ടലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിയറ്റ്നാമീസ് ഫുഡിന് ഇവിടെ വില കുറവാണ്. പക്ഷെ നിങ്ങൾ കഴിക്കുന്നത് ഏത് കടയിൽ നിന്നാണ് സൂക്ഷിച്ച് കഴിക്കണമെന്ന് മാത്രം. കടലിനോട് ചേർന്ന് മെലിഞ്ഞ് നീണ്ടു കിടക്കുന്ന രാജ്യമാണല്ലോ വിയറ്റ്നാം. അപ്പോൾ അത്രയേറെ സമ്പന്നം തന്നെയാണ് ഇവിടുത്തെ സീ ഫുഡ്. ഫ്രൈ ചെയ്തും ഗ്രില്ല് ചെയ്തും സ്റ്റീം ചെയ്തും സൂപ്പാക്കിയും ഒക്കെ കിട്ടും ഇവിടെ സാധനങ്ങൾ. പ്രോൺസ്, സ്ക്വിഡ്, ക്രാബ്, ക്ലാംസ്, മോസെൽസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. നോക്കൊരു വലിയ ലോബ്സ്റ്റർ. Barbecue very good 18 portions salted and pasta. അങ്ങോട്ട് നടന്നു പോയ ആൾക്കാർ ഇപ്പം എന്താ കാറിലിരിക്കുന്നതെന്നല്ലേ പറയാം. ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നി. അത്രമേൽ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ ടേസ്റ്റിയെ മാത്രമായിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഉള്ളി വെച്ച് തന്നെ കഴിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ സാധനം കൂടുതലുള്ള ബ്രോക്കോളിയും ഉള്ളിയാന്ന് തോന്നുന്നു. കിഴങ്ങുണ്ട്, മറ്റേ പച്ച. ഭക്ഷണം കിട്ടാത്ത ഞങ്ങൾ അസ്വസ്ഥരാണ്. വന്നു നമ്മുടെ ആലു പൊറോട്ടയും ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും നാനും പാലക് ചിക്കനും അങ്ങനെ വയറ് നിറച്ച ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ശാന്തരായിരിക്കുകയാണ്. ഇന്നിനി വേറെ പരിപാടിയൊന്നുമില്ല, മടുത്തു. ഇനി തിരിച്ചു പോയിട്ട് കിടന്നുറങ്ങണം. ഡനാങ് നഗരം അങ്ങനെ തിരക്ക് പിടിച്ചു പോവാം. പതിയെ തിരക്ക് കുറയുന്നു, എല്ലാവരും കിടന്നുറങ്ങുന്നു. നാളെ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. ഡനാങ്. താങ്ക് യു അത്രയേറെ മനോഹരമായിരിക്കുന്നതിന്.